ഒന്നെങ്കിൽ വീട് വയ്ക്കണം. സോ എന്തായാലും എല്ലാം പോകും. പിന്നെ കുഴപ്പമില്ലല്ലോ, നമ്മുടെ ജീവനോടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പലതും നേടാനായിട്ട് സാധിക്കും. ഇന്ന് പലരും തെളിയിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ നമുക്കും പറ്റും. ബി ഇൻസ്പയർഡ് ഓൾവേസ്. വീടൊക്കെ എപ്പോഴാണ് നമുക്ക് വേണമെങ്കിൽ വെക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ 1 കോടി രൂപയ്ക്കാണ് നമുക്ക് വില പറഞ്ഞത്. ഒരു 30 കിട്ടുമായിരുന്നു. പക്ഷെ അതിൽ 50 ലക്ഷം രൂപ അടുപ്പിച്ച് കടവും, 60 ലക്ഷത്തോളം കടം പോയിട്ട് ബാക്കി 40 ലക്ഷം വരും. അതിൽ വേണം ഇനി ബാലൻസിന് വീട് മേടിക്കാനോ അല്ലെങ്കിൽ സ്ഥലം മേടിച്ച് വീട് വെക്കാനോ. എന്താണെങ്കിൽ സ്ഥലം മേടിച്ച് 40 ലക്ഷം രൂപ വീട് വെക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കാലത്ത്? ഒരു ചെറിയൊരു വീട് ചിലപ്പോൾ ഒക്കെ തട്ടിക്കൂട്ടാൻ പറ്റുമായിരിക്കും. അല്ലാതെ ഒരു അത്യാവശ്യം ഇത്ര പേര്, ഞാനുണ്ട്, സഹോദരിയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇത്രയും പ്രഷറും കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ പോകും, ആ ജോലിക്ക് പോകും, അല്ലെങ്കിൽ അവിടെ പോയി നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരു ജോലി ചെയ്ത് ജീവിക്കാനായിട്ട് എന്നെ ഫോഴ്സ് ചെയ്തിട്ടേ ഇല്ല. അന്നും ഇന്നും എന്നും പൂർണ്ണമായിട്ടുള്ള ഫ്രീഡം തന്നതുകൊണ്ടാണ് എനിക്ക് ഫ്രീഡം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. അവർ തരണം, എന്നാലും നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അത് അവർ തന്നുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. വേറെ ഒരു വീട്ടിലും ഇങ്ങനെ ഒരു അച്ഛനമ്മമാരും പ്രൊഫഷണൽ ജോലിയെല്ലാം കളഞ്ഞിട്ട് പാഷന് പിറകെ പോകാനായിട്ട് നിർബന്ധിക്കുകയില്ല. പിന്നെ ഒരിക്കലും ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്, അച്ഛൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വർക്കില്ല. സോ ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്വിഗ്ഗിയിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്നത്, വരുമാനം കണ്ടെത്തുന്നത്, ജീവിക്കുന്നത് കാര്യങ്ങളൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലങ്ങളായിട്ട്. സോ അല്ല, എനിക്ക് എന്തായാലും ബ്ലോഗ് ചെയ്യണമെങ്കിൽ ഇതേ നടക്കത്തുള്ളൂ. ഒരിക്കലും ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു ഇതിനെക്കുറിച്ച്. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരിക്കലും ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് അവിടെ തന്നെ വർക്കുകളുണ്ടോ. സോ അതിനിടയിൽ നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല. വല്ലതെപ്പോഴും പോകാൻ പറ്റിയിട്ട് കാര്യമില്ല. എനിക്ക് thoroughly ട്രിപ്പുകൾ പോകണം, ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് അത്രയും പ്രഷറും പ്രശ്നങ്ങളുണ്ട് വീട്ടിൽ. നീ മുത്തം ഒன்று കൊടുത്താൽ മുത്തമിഴ്, നീ വെക്കപ്പെട്ട് സിരിത്താൽ செந்தமிழ், നീ പേശിയ വാർത്തകൾ പൈന്തമിഴ്. സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു ചായ കുടിച്ചാൽ പൊളിയായിരിക്കും. നല്ല അയ്യോ പ്രൈവറ്റ് ബസ് വരുന്നുണ്ടേ, ഓടിക്കോ. ചായ വന്നിട്ടുണ്ട്, പിന്നെ ഉള്ളിയോടെ. കഴിക്കണം, പോകണം. ഹലോ ഫ്രണ്ട്സ്, അപ്പുവാണ്. എല്ലാവർക്കും അപ്പുക്കുട്ടൻ വ്ളോഗ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ പനി പിടിച്ചിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് തൊട്ട് പനി പിടിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഒട്ടും വയ്യായിരുന്നു. പിന്നെ വീഡിയോസ് എല്ലാം തീർന്നു. പിന്നെ വീട്ടിലിങ്ങനെ ഇരിക്കാനായിട്ട് തോന്നുന്നില്ല. സോ അതുകൊണ്ടാണ് ഇറങ്ങിയത്. യെസ്, അപ്പോൾ അതൊക്കെയാണ് പരിപാടി. നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്പോട്ടെന്ന് പറയണത് ഇരിഞ്ചയം വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നെടുമങ്ങാട് റൂട്ടിലാണ് വരുന്നത്. നെടുമങ്ങാട് ജംഗ്ഷൻ നമുക്ക് ടച്ച് ചെയ്യേണ്ട, നേരെ പഴകുത്തി വന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പഴകുത്തി വന്നിട്ട് അത് ലെഫ്റ്റ് എടുത്ത് വെമ്പായ റൂട്ട് എടുത്ത് പോകുമ്പോഴാണ് ഈ സ്പോട്ട് വരുന്നത് ശരിക്കും പറഞ്ഞു. പിന്നെ നെടുമങ്ങാട് മെയിൻ റോഡ്, പേരൂക്കട ടു നെടുമങ്ങാട് റോഡ് ഇപ്പോൾ കുറേ നാളായിട്ട് വർക്ക് നടക്കുകയാണല്ലോ. റോഡ് വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വഴി തിരിച്ചാണ് വിടുന്നത്. സാധാരണ പഞ്ചായത്ത് ജംഗ്ഷൻ എത്തിയിട്ട് അവിടെ നിന്നകത്തേക്കുള്ള റോഡ് വഴി പല വഴികൾ അവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പം ഇത് ഓൾമോസ്റ്റ് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 30 കിലോമീറ്ററോളം വരും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 30 ഒരു 20, മൊത്തത്തിലൊരു 25 കിലോമീറ്റർ ശരാശരി എന്തായാലും വരും എൻ്റെ വീട്ടിൻ്റെ അവിടെ. അതിൽ കൂടുതൽ വരും, 30ഓളം. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 20 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വന്ന് കഴിഞ്ഞു. ഇനിയുള്ളത് ഒരു 10 കിലോമീറ്റർ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ട് കണ്ട് ഇവിടെ നിർത്തി. അടിപൊളി ഒരു നാട്ടും പ്രദേശമാണ്. പക്ഷേ ഒരു കടകളും ഇല്ല ഇവിടെ, ഒരൊറ്റ കടകൾ പോലും ഇല്ല. ഇതോ അവിടെ കടകൾ മറ്റു സംഭവമുണ്ട്, ബട്ട് തുറന്നിട്ടില്ല. അപ്പോൾ കട ഉണ്ടോയെന്നും അറിയില്ല. ഒരു നൈസൊരു സ്പോട്ടാണ്. അപ്പോൾ ഇന്നും പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ CD100 തന്നെയാണ്. അപ്പോൾ നമ്മളെ യാത്ര തിരിക്കാൻ പോകണം. ഇന്നൊരു 10 കിലോമീറ്റർ മാത്രമാണുള്ളത്. എനിക്ക് ഒട്ടും വയ്യ. പിന്നെ വീഡിയോസൊക്കെ തീർന്നു. പിന്നെ വീട്ടിൽ ഇരിക്കാൻ മടിച്ചിട്ടാണ് ഇറങ്ങിയത്. പെട്ടെന്ന് തീരുമാനിച്ചു ഇറങ്ങി. പോകണമെന്ന് വിചാരിച്ചതല്ല. നമ്മൾ ആഴിമല പോകാമെന്നൊക്കെ പ്ലാൻ ഇട്ടായിരുന്നു. പിന്നെ പനി കണ്ടാണ് മാറ്റി വെച്ചത്. ആഴിമല അങ്ങോട്ടുള്ള റൂട്ടാണ്, അതിൽ ഉടനെ അങ്ങോട്ട് പോകണം. സോ അതൊക്കെയാണ് പരിപാടി. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ യാത്രയിലേക്ക് കടക്കുകയാണ്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇനി 10 കിലോമീറ്ററാണുള്ളത്. ഇനി അന്ന് ആണികാലിൽ കുത്തി കയറി ടീറ്റി എടുത്തതിന് ശേഷം വന്ന പനിയാണോ ഇത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓർമ്മയില്ലേ നമ്മുടെ സ്പോട്ടിൻ്റെ പേരെന്തായിരുന്നു? ഇരപ്പൻകുഴി പോയപ്പം. ഇതിന് തൊട്ട് മുമ്പുള്ള ട്രിപ്പ് തന്നെ. പോയപ്പോൾ കിട്ടിയ പണി കൊണ്ടാണ് ഈ പണി കിട്ടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
CD100ൻ്റെ അകത്ത് വെള്ളം ഇറങ്ങിയായിരുന്നു ഇന്നാൾ. ഇപ്പോൾ ഒരു ബോട്ടിൽ പെട്രോൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കിടക്കണ പെട്രോൾ തീരുമ്പോൾ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്നാൾ ഞാൻ ഇതേപോലെ മേടിച്ച് വെച്ചിരുന്നു, പിന്നെ ഞാൻ വീണ്ടും എടുത്ത് ഒഴിക്കുകയാണ് ചെയ്തത്. ചെയ്യാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞു. ഇതേതായി വഴി. ഇപ്പം ഇരിഞ്ചയം വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു നിങ്ങളോടെല്ലാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 2 മണിക്കാണ്. 2:15 ശരത് ബ്രോയെ പോയി പൊക്കി നേരെ ട്രിപ്പ്. ഓൾമോസ്റ്റ് ഒരു 20 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതാ ഇപ്പോൾ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്. നെടുമങ്ങാട് റോഡ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അന്ന് നമ്മൾ ട്രിപ്പ് വന്നപ്പോൾ ഇങ്ങോട്ട്. ഇതിനു മുമ്പ് നമ്മളിവിടെ തിരിച്ചിട്ടപ്പാറ വന്നത് ഈ റൂട്ടായിരുന്നു. അപ്പോൾ ഈ തിരിച്ചിട്ടപ്പാറയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്പോട്ട് വരുന്നത്. അപ്പം ഇവിടെ വരുന്ന ഒരു തിരിച്ചിട്ടപ്പാറ ഈ രണ്ടും ഒരുമിച്ച് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലാഭമായിരിക്കും. തിരിച്ചിട്ടപ്പാറ ഇത് അടുത്തടുത്താണ് വരുന്നത്. സോ വരുന്നവർ ആ കണക്കിന് വന്നു കഴിഞ്ഞാൽ രണ്ടും ഒരേ ദിവസം വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും ഉടനെ നമ്മുടെ സ്വന്തം KLTN സുധീഷ് ചേട്ടൻ എല്ലാവർക്കും അറിയായിരിക്കും. പുള്ളിയായിട്ടൊരു കൊളാബുണ്ട്, ഒരു ട്രാവൽ. ഈ വീക്കെൻഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നടക്കുമായിരിക്കും. പുള്ളി എൻ്റെ ഒരു ചങ്ക് ഫ്രണ്ടാണ്, കുറേ കാലങ്ങളായിട്ടുള്ളൊരു ഫ്രണ്ടാണ്. കുറേ കാലം മീൻസ് കുറച്ച് കാലം. പെട്രോൾ തീർന്നാച്ച് സെറ്റ്. നമുക്ക് ഇനി പെട്രോൾ ചെക്ക് ചെയ്യാം. പനിയൊക്കെ വരാതിരിക്കണതാണ് നല്ലത്. ലാസ്റ്റ് ട്രിപ്പും പോകാൻ പറ്റൂല. ഹെൽത്താണ് ഏറ്റവും വലുത്. ഹെൽത്ത് ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. മണിയെക്കാട്ടിലും വളരെ വലുത് ഹെൽത്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. സോ ബി ആൻഡ് സ്റ്റേ ഹെൽത്തി. സോ അങ്ങനെയുള്ളൊരു പരിപാടിയാണ്. നല്ല നൈസ് സ്പോട്ടാണ്. എപ്പോഴും കണ്ടിന്യൂസ്ലി അമ്പൂരിയിൽ പോയി ആ ഒരു ഇത് ഫീല് പോയി. സോ അതുകൊണ്ട് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇനി കുറച്ച് വേറെ ലൊക്കേഷനുകളിലേക്ക് പോവാം. അപ്പോൾ പൊളിയായിരിക്കും. എല്ലാ അമ്പൂരി ലൊക്കാലിറ്റിയിൽ ഈ എല്ലാ സ്ഥലങ്ങളും എൻ്റെ വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ 40, 50, 30 കിലോമീറ്റർ മാറിയുള്ള സ്ഥലങ്ങളാണ്. എൻ്റെ വീടൊന്നും ഈ സ്ഥലങ്ങളിലല്ല. എനിക്കത് അത്യാവശ്യം ഒരു 1 ഡേ ട്രിപ്പാണ്. എണീച്ചത് എപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒരു 11:30 ആയിട്ടുണ്ടോ. എന്നിട്ട് കഴിച്ചു. ഫസ്റ്റ് ചായ കുടിച്ചു, ബാത്റൂമിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് നേരെ ചപ്പാത്തിയും കിഴങ്ങ് കറിയും കഴിച്ചായിരുന്നു. അതാണ് ഇന്ന് ആകെ കഴിച്ചത്. പക്ഷെ എനിക്ക് വയ്യാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ചൂടായിട്ടുള്ള എന്തെങ്കിലും കുടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ചുക്ക് കാപ്പിയൊക്കെ ഇന്നലെ പതുക്കെ വൈകുന്നേരം കരമന പോയി ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് മാനവീയത്ത് പോയിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് മാനവീയത്തുള്ള അകത്തുള്ള ആ ചായക്കട അല്ല, മാനവീയ എത്തുന്നതിന് മുമ്പുള്ള ആ ചായക്കട, ഞാൻ അവിടെയാണ് എപ്പോഴും പോകാറുള്ളത്. അവിടെ പോയി ചായ കുടിച്ചു. സോ ചായയും കടിയൊക്കെ കഴിച്ചു. സോ മാനവീയത്ത് എല്ലാ ദിവസവും പോകാറുണ്ട്, മിക്ക ദിവസങ്ങളിലും. ജോലി ഇല്ലാത്ത ദിവസങ്ങളിൽ, ജോലിക്ക് പോവാത്ത ദിവസങ്ങളിലൊക്കെ മാനവീയത്ത് പോവാറുണ്ട്. സോ അടിപൊളി സ്പോട്ടാണ്. സ്ഥിരം എന്നും പോകുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ അവിടെ പോയി ഇരിക്കും, വരും. വെറുതെ കുറേ നേരം അങ്ങോട്ട് നടക്കും, പാട്ടൊക്കെ കേൾക്കും, എന്നിട്ട് ഇങ്ങോട്ട് വരും. ശരിക്കും പറഞ്ഞാൽ നെടുമങ്ങാട് റോഡ് വർക്ക് നടക്കണില്ലായിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെയിൻ ആ റോഡ് വഴി പോയി കഴിഞ്ഞാൽ ടപ്പനെത്തും. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ പോകണമുണ്ടോ? ഞാൻ പഠിച്ചിരുന്ന ശരിക്കും പറഞ്ഞാൽ നെടുമങ്ങാടാണ്. അപ്പോൾ ഈ റൂട്ടൊക്കെ നമ്മൾ കോളേജിൽ പണ്ട് പഠിച്ചിരുന്നപ്പോഴേ നമ്മളിങ്ങനെ വരാറുണ്ട്. ഇത് ചുറ്റാണ് ഇത്തിരി, മറ്റേ തന്നെയാണ് എളുപ്പം, സ്ട്രൈറ്റ് റൂട്ട്. ഇതിങ്ങനെ തിരിഞ്ഞും വളഞ്ഞൊക്കെ പോകുമ്പോൾ കുറച്ച് കിലോമീറ്റേഴ്സ് പോകും അഡീഷണലി. പക്ഷെ വെമ്പായം കയറാൻ ഇതാണ് എളുപ്പം. അപ്പം നമ്മൾ പോണ സ്പോട്ടിൽ വെമ്പായത്തോട്ട് പോകാൻ ഇത് വേങ്കോടാണ് ചെന്ന് കയറണം. ഈ വേങ്കോട് എന്ന് പറഞ്ഞാൽ വെമ്പായത്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. സോ വെമ്പായം പോണവർക്ക് ഈ റൂട്ട് പോകുന്നതാണ് എളുപ്പം. അല്ലെങ്കിൽ പഴകുറ്റി ചെന്നിട്ട് പോകേണ്ടി വരും. രണ്ടും കണക്കൊക്കെ തന്നെ. പിന്നെ ഇതാണ് സാധാരണ ആൾക്കാർ പോവാറുള്ളത്. വെമ്പായം പോവുകയാണെങ്കിൽ ഈ വഴി വിട്ട് പിടിക്കാറാണ് പതിവ്. ഇത് നൈസ് ഒരു എസ്തെറ്റിക് വഴിയാണ്. അല്ല, ഇടിവെട്ട് ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഗ്രാമപ്രദേശമാണ്. ഇങ്ങോട്ടാണ് ഈ പൊന്മുടി എല്ലാം എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ ഇത് ഈ ട്രിവാൻഡ്രത്തിനെ കുറിച്ച് വലുതായിട്ട് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. വയ്യ, എന്തായാലും വയ്യാത്തതുകൊണ്ട് വ്ളോഗിൽ കൂടുതലായിട്ട് എനിക്ക് ആധികാരികമായിട്ട് വെറുപ്പിക്കാനായിട്ടുള്ള ഒരിതില്ല. എനർജി കുറവാണ്. അല്ലെങ്കിൽ എന്നെ അറിയാമല്ലോ നിങ്ങൾക്ക്, വെറുപ്പിച്ച് കഴിയത്തെ.
സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു ചായ കുടിച്ചാൽ പൊളിയായിരിക്കും. നല്ലൊരു എസ്തെറ്റിക് സ്പോട്ട് കാണുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഒരു ചായ കുടിക്കണം. PWD NGO ക്വാർട്ടേഴ്സ്. ഇതെന്താ ഇത്? ഉത്സവപ്പറമ്പ് വരുന്നു. ഒരു അടിപൊളി ഉത്സവമാണ്. അയ്യോ, പ്രൈവറ്റ് ബസ് വരുന്നുണ്ടേ, ഓടിക്കും. ഇതാണ് പഴകുറ്റി ജംഗ്ഷൻ. ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നെടുമങ്ങാട് മെയിൻ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ പറ്റും. ഇതാണ് നെടുമങ്ങാട് റാണി തിയേറ്റർ. അവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, അവിടെയാണ് പ്രേമം കണ്ടത് കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ. പ്രേമം റാണി ടാക്കീസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇതുണ്ട്, മറ്റേത് പൂട്ടിയെന്ന് തോന്നുന്നു. അവിടെ ഉണ്ടോ നമ്മൾ പ്രേമം കണ്ട തിയേറ്റർ? കിടിലൻ തിയേറ്റർ ആയിരുന്നു, ഒരു രക്ഷയില്ല. അയ്യേ, കിടിലൻ തിയേറ്റർ ഒന്നും അല്ലായിരുന്നു, പക്ഷെ പടം ഒരു രക്ഷയില്ലായിരുന്നു. കുഴപ്പമില്ല, ഒരു വിൻറ്റേജ് തിയേറ്റർ പോലെയാണ് എനിക്ക് തോന്നിയത്. വേറെ വൈബ്. ഫീച്ചേഴ്സിൻ്റെ ഇതൊന്നുമല്ല. പണ്ട് ഞങ്ങൾ പ്രേമം ഏത് വർഷം ഇറങ്ങിയെന്ന് അറിയാമല്ലോ? 2015 ആ കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. 2025 10 വർഷം മുമ്പ്. 10 വർഷം നമ്മൾ മുന്നിലേക്ക് വന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ പ്രേമമൊക്കെ ഇറങ്ങിയെന്ന് ആലോചിക്കും വേണം. ഇത്ര ഏജ് ആയത് തന്നെ അറിയണം. ശരിക്കും പറഞ്ഞാൽ യാത്രകൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രായമാവില്ല എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ യാത്ര ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രായം കുറയും. പ്രായം എനിക്ക് അറിയാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ തന്നെ പെട്ടെന്ന് പ്രായം ഇത്ര ആയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചില സിനിമകളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും പ്രായമായി. ആ സിനിമകൾ അന്ന് ഇറങ്ങിയ സിനിമകളാണ്. ഇത്രയും പ്രായമായ കാര്യം തന്നെ നമ്മൾ അറിയുന്നത്. സോ മസ്റ്റ് ഫ്രണ്ട്സ് പറഞ്ഞു, ഞാൻ എന്നെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് വ്ളോഗിൽ പറഞ്ഞിട്ടില്ല. സോ അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഞാൻ അത്യാവശ്യം എൻ്റെ വീഡിയോസിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം. പിന്നെ ഞാനൊരു തിരുവനന്തപുരംകാരനാണ്, ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ പ്രൊഫഷനൊക്കെ വിട്ടു. അച്ഛന് ഇപ്പോൾ വർക്കുകളുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. എൻ്റെ അച്ഛൻ ഒരു കോൺട്രാക്ടറാണ്. സോ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അച്ഛന് നിലവിൽ വർക്കുകളൊന്നും പ്രത്യേകിച്ചില്ല. സോ അതുകൊണ്ടിട്ട് എനിക്ക് പോയി നിൽക്കാൻ ചെറിയ വർക്ക് എന്തോ ഉണ്ട്, അത് വെറുതെയാണ്. സോ അതിലൊന്നും എനിക്ക് പോയി നിൽക്കാനോ ശരിക്കും അച്ഛനെ തന്നെ ചെയ്യാനുള്ള സംഭവം ഇല്ല. സോ അങ്ങനെ വർക്കുകളൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ വേറെ ജോലി കമ്പനിയിലൊരിക്കലും, ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്, അച്ഛൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ വർക്കില്ല. സോ ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്വിഗ്ഗിയിലൊക്കെ വർക്ക് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്നത്, വരുമാനം കണ്ടെത്തുന്നത്, ജീവിക്കുന്നത് കാര്യങ്ങളൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലങ്ങളായിട്ട്. സോ അല്ല, എനിക്കെന്തായാലും വ്ളോഗ് ചെയ്യണമെങ്കിൽ ഇതേ നടക്കത്തുള്ളൂ. ഒരിക്കലും ഞാൻ അന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു ഇതിനെക്കുറിച്ച്. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരിക്കലും ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് അവിടെ തന്നെ വർക്കുകളുണ്ടാവും. സോ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല. എപ്പോഴും പോകാൻ പറ്റിയിട്ട് കാര്യമില്ല. എനിക്ക് തോറോലി ട്രിപ്പുകൾ പോകണം, ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് അത്രയും പ്രഷറും പ്രശ്നങ്ങളും ഉണ്ട് വീട്ടിൽ. ശരിക്കും പറഞ്ഞാൽ വീട് നമ്മൾ വിൽക്കാനായിട്ട് ഇട്ടിരിക്കുക. സോ ചിലപ്പോൾ സെയിലിൽ കൊടുക്കും, അല്ലെങ്കിൽ ലീസിനെങ്കിലും കൊടുക്കും. ഐ തിങ്ക് കുറേ കടങ്ങളുണ്ട് അച്ഛന്. സോ അതുകൊണ്ട് ആകെ ദുരന്താവസ്ഥയിലാണ്. ഒന്നെങ്കിൽ വീട് വിൽക്കണം. സോ എന്തായാലും എല്ലാം പോവും. പിന്നെ കുഴപ്പമില്ലല്ലോ, നമ്മൾ നമ്മുടെ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പലതും നേടാനായിട്ട് സാധിക്കും. ഇന്ന് പലരും തെളിയിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. സോ നമുക്കും പറ്റും. ബി ഇൻസ്പയർഡ് ഓൾവേസ്. വീടൊക്കെ എപ്പോഴാണോ നമുക്ക് വേണമെങ്കിൽ വെക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ 1 കോടി രൂപയ്ക്കാണ് അതിപ്പോൾ വില പറഞ്ഞത്. ഒരു 1.30 കിട്ടുമായിരുന്നു. പക്ഷേ അതിൽ 50 ലക്ഷം രൂപ അടുപ്പിച്ച് കടവും, 60 ലക്ഷത്തോളം കടം പോയിട്ട് ബാക്കി 40 ലക്ഷം വരെ. അതിൽ വേണം ഇനി ബാലൻസ് ഇനി വീട് മേടിക്കാനോ അല്ലെങ്കിൽ സ്ഥലം മേടിച്ച് വീട് വെക്കാനോ എന്താണെങ്കിലും. സ്ഥലം മേടിച്ച് 40 ലക്ഷം രൂപയ്ക്ക് വീട് വെക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കാലത്ത്? ഒരു ചെറിയൊരു വീട് ചിലപ്പോൾ വെക്കാൻ തട്ടിക്കൂട്ടാൻ പറ്റുമായിരിക്കും. അല്ലാതെ ഒരു അത്യാവശ്യം ഇത്രയും പേര്, ഞാനുണ്ട്, സഹോദരിയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ഇനി പറയാൻ പാടില്ലാത്ത, അതായത് എൻ്റെ ഫാമിലിയിലെ മറ്റു പല ആൾക്കാരുടെ പേഴ്സണൽ വിഷയങ്ങൾ, അത് ഞാൻ പിന്നെ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതൊരു ബുദ്ധിമുട്ടാവും. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യാത്ത അവരെക്കുറിച്ചൊക്കെ. അങ്ങനെ ആകെ ടാസ്ക് പിടിച്ച് വല്ലാത്തൊരവസ്ഥയാണ് വീട്ടിൽ. പക്ഷേ വീട്ടിൽ ഭയങ്കര ഹാപ്പിനെസ് കാര്യങ്ങളാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു 10 വർഷം മുമ്പാണ് ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ഇങ്ങനെ എത്ര ഇതായിപ്പോയി. സോ അതിന് മുമ്പ് വരെയൊക്കെ നല്ലൊരു ലൈഫായിരുന്നു ലഡ് ചെയ്ത്. സോ അതുകൊണ്ട് എനിക്കതിൽ എത്രയോ ആൾക്കാർ വളരെ ബുദ്ധിമുട്ടി ഇന്നും ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ എല്ലാം ഉണ്ടല്ലോ. സോ അപ്പോൾ അങ്ങനെയുള്ള അനിയത്തിയുടെ കാര്യങ്ങളായാലും എനിക്ക് കൂടുതലായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. അവിടെയും കുറേ പ്രശ്നങ്ങളുമാണ്. സോ
അങ്ങനെ ആകെ മൊത്തം ഒരു ദുരന്താവസ്ഥയാണ്. അത്രയും പ്രഷറുണ്ട് എനിക്ക് ഗൾഫിലൊക്കെ പോയി വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് പോസ്റ്റുകളൊക്കെ വേക്കൻസി വന്നതാണ്. എൻ്റെ കൊച്ചിച്ചനൊക്കെ പുറത്തുള്ളതാണ്. ഞാൻ അതൊന്നും പോവാതെ, എൻ്റെ വീട്ടുകാർ എന്നിട്ടും പറഞ്ഞില്ല, പോകുന്ന എന്നെ നിർബന്ധിക്കുന്നില്ല ഇത്രയും പ്രഷറിൽ പോലും. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരെ പോലെ വേറെ ഒരു വീട്ടുകാരും ഉണ്ടാവേ ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്. ഇപ്പം ഞാനിതിൽ പലവണയും ഓരോ വീഡിയോസിൽ പറയുന്നുണ്ടായിരുന്നു, അതായത് നമ്മളങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം. പക്ഷെ അങ്ങനെ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് വഴക്കുണ്ടാക്കി അവരുടെ ഇതില്ലാതെ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്താൽ അത് രക്ഷപ്പെടില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്വിഗ്ഗിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ അമ്മ തന്നെ പറഞ്ഞായിരുന്നു, ഈ എന്തുകൊണ്ട് ഇടാത്ത, പല ആൾക്കാരും ഇടുന്നത് യൂട്യൂബിൽ കാണുന്നുണ്ടമ്മ വീഡിയോസ്. അപ്പോൾ അമ്മ യൂട്യൂബൊക്കെ കാണുന്ന ആളാണ്. അനിയത്തിയുടെ കൊച്ചിന് ഫുഡ് കൊടുക്കണ സമയം യൂട്യൂബൊക്കെ കാണും. പിന്നെ എൻ്റെ വ്ളോഗുകൾ കാണും. ബാക്കി കുറേ ആൾക്കാരുടെ വ്ളോഗുകൾ അമ്മ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്, പലരുടെ. അപ്പോൾ അമ്മ പറഞ്ഞു, ഇങ്ങനെ ഈ സ്വിഗ്ഗിയിലൊക്കെ ഓടുന്നതിൻ്റെയൊക്കെ വീഡിയോ പലരും ഇട്ടിട്ടുണ്ട്, എന്തുകൊണ്ട് അത് ഇട്ടുകൂടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇടണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇട്ടോ, അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയുമോ? ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ, എൻ്റെ അച്ഛനും പേഴ്സണലി ഇതൊന്നും വലിയ ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല, അങ്ങനെയല്ല. അമ്മ പക്ഷേ കണ്ടില്ലേ, ഭയങ്കര വീട്ടിൽ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ആരും എന്നെ ഫോഴ്സ് ചെയ്യാറില്ല ഒന്നിൽ. ഇവിടെ വല്ല കട വല്ലതും ഉണ്ടോ? ഈ കടയുണ്ട്, ഇത് നൈസൊരു കടയാണ്, ഞാൻ പണ്ട് വന്നിട്ടുണ്ട് ഇവിടെ, നമുക്ക് വല്ല ചായ കുടിച്ചിട്ട് പോയിരുന്നു, വിശക്കണം എന്ത് പറയുന്നു. പക്ഷേ ഇത്രയും പ്രഷറും കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ ആ ജോലിക്ക് അല്ലെങ്കിൽ അവിടെ പോയി നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരു ജോലി ചെയ്ത് ജീവിക്കാനായിട്ട് എന്നെ ഫോഴ്സ് ചെയ്തിട്ടേ ഇല്ല. അന്നും ഇന്നും എന്നും പൂർണ്ണമായിട്ടുള്ള ഫ്രീഡം തന്നതുകൊണ്ടാണ് എനിക്ക് ഫ്രീഡം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. അവർ തരണം, എന്നാലേ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അത് അവർ തന്നുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. വേറെ ഒരു വീട്ടിലും ഇങ്ങനെ ഒരച്ഛനമ്മമാരും പ്രൊഫഷണൽ ജോലിയെല്ലാം കളഞ്ഞിട്ട് പാഷന് പിറകെ പോകാനായിട്ട് നിർബന്ധിക്കുകയില്ല. ചായ വന്നിട്ടുണ്ട്, പിന്നെ ഉള്ളിയോടെ കഴിക്കണം, പോകണം. എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് 2 ദിവസം ഊണ് കഴിച്ചിട്ടുണ്ട്. ചായയും കടിയും കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഊണ് രക്ഷയില്ലായിരുന്നു നമ്മൾ കഴിച്ചത്. ഫിഷിൻ്റെ ഗ്രേവി ചോദിച്ചാൽ 3-4 തവണ ഞാൻ ചോദിച്ചു, എന്നിട്ടും തന്നു. ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞോ വേറെ ലെവൽ, പക്കാ നാടനൊരു സ്പോട്ടാണ്. ഞാൻ പക്ഷെ അന്ന് 2 തവണ ഇവിടെ വന്നിട്ടുള്ളൂ. 2 തവണ മതി, 1 തവണ കഴിച്ചാൽ ഇതിനൊക്കെയുള്ള സ്പോട്ട് കഴിച്ചാൽ മതി. ഇത് തന്നെ ധാരാളം. പനി ആയതുകൊണ്ടാണ് മെയിൻലി. ഇവിടെയൊന്നും ചുക്ക് കാപ്പിയൊന്നും കിട്ടില്ല, കിട്ടാനും കുടിക്കരുത്. അന്ന് കയറിയപ്പോൾ കണ്ടപ്പോഴേ കഴിക്കാമെന്ന് കഴിച്ചോളൂ. ഉള്ളിവട എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഇത് രക്ഷയില്ല. ഇപ്പോൾ ചായപൊടിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. സോ നമുക്ക് നേരെ സ്പോട്ടിലോട്ട് 1.3 കിലോമീറ്റേഴ്സ് ഉള്ളി. പിന്നെ പനിയായിരുന്നുകൊണ്ട് കുടിക്കണമെന്നുണ്ടായിരുന്നു. ചുക്ക് കാപ്പി കുടിക്കാൻ എന്നായിരുന്നു ആഗ്രഹം. ബട്ട് ഒന്നും ഇങ്ങോട്ട് കിട്ടാൻ സാധ്യതയില്ല. ജംഗ്ഷനിലൊക്കെ പോയാൽ കിട്ടുമായിരിക്കും. നൈസ് കടയായിരുന്നു. നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഈ കടയുണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ. നൈസ് കടയാണ്, ഞാൻ പറഞ്ഞില്ലേ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ പോയി 2 ദിവസം മീൽസും കടിയും ചായ കഴിച്ചിട്ടുണ്ട്. അന്ന് കഴിച്ച ചായയും കടിയൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ആ ലെവൽ ഇന്നില്ല. പക്ഷെ ഊണ് അന്ന് കഴിച്ചത് സാധാരണ കടയിലെ മീൻ ഗ്രേവിയൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ചാൽ അവർ പിന്നെ ചിലപ്പോൾ കുറച്ചൊക്കെ തരുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ചോദിച്ചു, തന്നു. എത്ര വേണോ തന്നു. ഞാൻ 5-6 തവണ മേടിച്ചെന്ന് തോന്നും. 50 രൂപയ്ക്ക് ഊണ് കഴിച്ചിട്ട് 5 തവണ ചോറ് മേടിച്ചെന്ന് തോന്നും. 50 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ മീൽസ്. മീനൊക്കെ ഉണ്ട്, പൊളിയാണ്, വലിയ വിലയൊന്നുമില്ല. വിഷയം ഇവിടുത്തെ മെയിൻ സംഭവം ഊണാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കടയിൽ. സോ ചേട്ടാ, നമ്മളെ ഒന്ന് കയറ്റി വിട്ടാൽ വലിയ ഉപകാരമായിരുന്നു. ഒരു വാക്കുമിണ്ടാതെ, ഒരു നോക്കു കാണാതെ, കാട്ടു ചെമ്പകച്ചോട്ടിൽ നിന്ന് കാറ്റിതെങ്ങു പോയി, പൂകാറ്റിതെങ്ങു പോയി. നീ മുത്തം ഒன்று കൊടുത്താൽ മുത്തമിഴ്
நீ வெக்கப்பட்டு சிரித்தால் செந்தமிழ், நீ பேசிய வார்த்தைகள் பைந்தமிழ். ஊவா ஊவா ஊவா, முத்தம் ஒன்று கொடுத்தால் முத்தமிழ், நீ வெக்கப்பட்டு சிரித்தால் செந்தமிழ், நீ பேசிய வார்த்தைகள் பைந்தமிழ். ஊவா ஊவா ஊവോ ஊവോ ஊവോ. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ്റെ വീട് എവിടെയാണ് ഞാൻ മറന്നുപോയി. നമ്മളിവിടെ പോയിട്ടുണ്ട്, ഞാൻ ഈ കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ. ചേട്ടാ ഇപ്പോൾ ഓർമ്മിപ്പിച്ച നന്നായി, അതിനെക്കുറിച്ച് പറയായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഓർമ്മയില്ല, അവൻ്റെ വീട്ടിൻ്റെ പിറകിൽ കൂടെയാണ് നമ്മൾ പോയത്, അതുകൊണ്ട് അത് ഈ വഴിയായിരിക്കില്ല. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ വീട് ഇവിടെ എവിടെയാണെന്ന് ഇപ്പം മനസ്സിലാവണല്ലോ. അന്ന് ആ ടൈമിൽ കുറച്ച് തവണ വന്ന തന്നെ, പിന്നെ നമ്മൾ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ എവിടെയാണ് അവൻ്റെ വീട്. പക്ഷെ എനിക്കിപ്പോൾ വന്ന വഴിക്ക് ലൊക്കേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. കോളേജ് ഇറങ്ങിയതിന് ശേഷം ആ കൂട്ടുകെട്ടൊക്കെ നിന്നു, പിന്നെ അവരുമായിട്ടൊന്നും യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെയാണ് ജീവിച്ചത്. സോ എൻ്റെ അമ്മോ വമ്പൻ. ഓ, നിങ്ങളെ ഇരുത്തി കയറണുണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കണം. അത്ഭുതം തന്നെ. അല്ല അന്ന് കയറിയില്ലല്ലോ മറ്റേ വണ്ടി. അല്ല അന്ന് ഇതേപോലെ പോയപ്പോൾ കയറിയില്ല. സ്പോട്ട് എവിടെയാണ്? ഇവരുടെ അടുത്ത് വല്ലതും ചോരി, ആൻറ്റിയുടെ ചോരി. ആൻറ്റി, ഈ ഇരിഞ്ചയം വെള്ളച്ചാട്ടം എവിടെയാണ്? എവിടെ? അതെ അതെ അതെ, അതുകൊണ്ട് അവിടെ വയ്ക്കണം, എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് പോകേണ്ടത്. അടിപൊളി സ്പോട്ടാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് വഴി അറിഞ്ഞുകൂടാ. അന്ന് അവൻ്റെ വീട്ടിൽ കൂടെയാണ് വന്നത്. ചിലപ്പോൾ അത് ഇവിടെ ഇതിൻ്റെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തുള്ളൊരു സൈഡായിരിക്കും ചിലപ്പോൾ, പക്ഷെ ഇത് തന്നെയാണ് സംഭവം. യെസ്, ഇതാണ് വഴി. വഴി കാണുമ്പോൾ മനസ്സിലാവും ഇത് ഹിഡൻ ആയിട്ടുള്ളൊരു സ്പോട്ടാണെന്നാണ് എനിക്ക് തോന്നണത്. യെസ്, അതെ അതായിരിക്കും. ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. എളുപ്പമാണ് കേട്ടോ ഇവിടെ വരാൻ. ഭയങ്കര ശാന്തമായി, ഒരു മനുഷ്യനുമില്ല കണ്ടിരിക്കും. ഈ ഏരിയയിൽ പോലും ഒരു മനുഷ്യൻ, നമ്മൾ രണ്ടുപേരും അല്ലാതായിരുന്നു. വൺ സ്പോട്ട് കേട്ടോ, ഒരു രക്ഷയില്ല. നൈസാണ്, ഒരു രസമുണ്ട് ഇവിടെ കൂടെ ഒക്കെ ഇറങ്ങാൻ. ഏതെന്നാ വഴി? ഇതിലായിരിക്കില്ല, അതിലെ കൂടെ ആയിരിക്കും. സൂപ്പറാണ് കേട്ടോ. ചെറിയ ട്രക്കിങ്ങേ ഉള്ളൂ, വലിയ ട്രക്കിങ് ആയിട്ടൊന്നുമില്ല. ചറക്കി വീഴാതെ നോക്കിയാൽ മഴ സമയം. ഓ മൈ ഗോഡ്, എൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ ഇപ്പം റിയലായിട്ടാണ് സംഭവിച്ചത് കേട്ടോ. ഞാൻ കണ്ടില്ലായിരുന്നു. ആൾക്കാർ ആരൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. സൂപ്പർ സ്പോട്ടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. യെസ് യെസ് യെസ്, നിങ്ങൾക്ക് ഒരു അത്ഭുതം പോലെ ഞാൻ പെട്ടെന്ന് ഞെട്ടാണ് ചെയ്തത് കണ്ടപ്പോൾ. അപ്പോൾ നിങ്ങൾ ഞെട്ടിയില്ലേ? ഞെട്ടും. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇങ്ങനെ ഉണ്ട്. എനിക്ക് പിന്നെ അവിടെ നിന്ന് വന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ലേ, ഇങ്ങനെ നോക്കി വരും, എന്നിട്ടാണ് ഈ സംഭവം കണ്ടത്. അപ്പോൾ മക്കളെ, ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പാർട്ട് 2 വരുന്നതായിരിക്കും. പാർട്ട് 2 നാളെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലുള്ള ട്രാവൽ വീഡിയോസും ഫുഡ് വ്ളോഗ്സും മറ്റു പല വ്ളോഗ്സ് വഴിയേ വരുന്നുണ്ട്. അതെല്ലാം ഒന്ന് കാണാനായിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ട്രിവാൻഡ്രത്ത് സ്പോട്ടുകൾ അന്വേഷിച്ച് കിടക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമ്മളെല്ലാവരും കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.